ആ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി കഴിയാവുന്ന ഒന്നാണ് ഒരു ചെറിയ ജീവനുണ്ടെങ്കിൽ അവിടെയും വികസനം എത്തണം, അവിടെയും ക്ഷേമപ്രവർത്തനം എത്തണം എന്നുള്ള ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് വെറും 10,000-ഓളം മാത്രം ജനതയുള്ള പെരുമ്പളം ദ്വീപിലേക്ക് ഏകദേശം 106 കോടി രൂപ മുടക്കി ഇതാ ഒരു സ്വപ്നതുല്യമായ ഒരു പാലം നിർമ്മിക്കപ്പെടുന്നു. അതിന്റെ ആഹ്ലാദത്തിലാണ് പെരുമ്പളം നിവാസികൾ. ഞങ്ങളെല്ലാം അതിനൊപ്പമാണ്. എല്ലാ ഭവനത്തിലും ഒരു ബോർഡ് വയ്ക്കും, ഈ വീടിന്റെ ഐശ്വര്യം. അപ്പൊ ഇനി വെക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ബോർഡാണ്. അത് മത രാഷ്ട്രീയ ജാതി ഭേദമന്യേ ഇതുപോലെ ഒരു ഇത് പെരുമ്പളം ദ്വീപുകാരുടെ ഒരു സ്വപ്നമാണ്. അത് അമേസിങ്, പറയാൻ പറ്റില്ല അത്രയ്ക്ക്. അപ്പോ ഈ ഒരു പാലം കിട്ടിയത് നിങ്ങൾ വലിയൊരു ആഘോഷമാക്കി മാറ്റാണ്. ഞാൻ ഇവിടുത്തുകാരനാ, ഞാൻ മുളത്തിരുത്തിക്കാരനാ. പക്ഷെ ഞങ്ങളൊരു ദ്വീപാണിത്. ആ ദ്വീപിലേക്ക് ഒരു ആൾക്കാർക്ക് വേണ്ടി 100 കോടി രൂപ ഈ സർക്കാർ മുടക്കിക്കൊണ്ട് ഈ ഒരു പാലം പണിതിട്ടുണ്ട്. അത് ഞങ്ങളുടെ സ്വപ്നമാണ് ആ സംഭവം. അതിനുവേണ്ടി ഞങ്ങള് ആ സർക്കാരിനെ ആദരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തികളെ ഞാൻ പെരുമ്പളത്തെ ഈ നിവാസികളാ. ഇത് നിൽക്കുന്ന എന്റെ അളിയന്മാരും ഇവരും പോലീസുകാർ തന്നെ, ഇവര് SI മാരും ആണ്. പുറത്തു നിന്ന, അതായത് ഉദയംപേരാണ് ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അവരെ ഞങ്ങൾ ക്ഷണിക്കുകയും കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഇവിടെ വന്നേക്കാണ് സംഭവം മുഴുവനും. അപ്പൊ ഞങ്ങളുടെ ഇത്രയും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഇല്ല ഇനി. അപ്പൊ ഞങ്ങൾക്ക് ഏത് സമയത്തും അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വള്ളത്തേക്കേറി പോവുകയും കാര്യങ്ങളൊക്കെ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാ. അത് കഴിഞ്ഞ് ബോട്ട് വരിക, ബോട്ടിൽ പോകുക, പിന്നെ ജങ്കാറ് വരിക. അപ്പൊ ഏത് സമയത്തും ഞങ്ങൾക്ക് വരാൻ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ നിൽക്കുന്നത്. അവിടെ ഇത്രയും സന്തോഷം ഞങ്ങൾക്ക് വേറെ ഒന്നും തന്നെ ഇല്ല. അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാര്യങ്ങളില്ല. അമല, ഈ കപ്പിനും ചുണ്ടിനും ഇടയില കപ്പ് നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പം പാലം നഷ്ടപ്പെട്ട ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റായത് അല്ലേ? കപ്പിനും ചുണ്ടിനും ഇടയിൽ പാലം നഷ്ടപ്പെട്ട ഒരു മുൻ പ്രസിഡന്റ്. ഓ, അങ്ങനല്ല, വേണമെങ്കിൽ അങ്ങനെ പറയാവുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങള് ദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം അത്ര നഷ്ടങ്ങൾക്കൊന്നും അല്ല. ഞങ്ങളുടെ ജീവിതം കയറുന്നു എന്നുള്ളതാണ് സന്തോഷം. ആ സന്തോഷത്തിനപ്പുറത്തൊന്നും ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രസിഡന്റിന്റെ കാലയളവിൽ ഇതിന്റെ ഒരു ഉദ്ഘാടനം നമ്മള് നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു മനസ്സിന് സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അതൊരു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നത് തന്നെ ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ഒരു മനുഷ്യർ അവരൊരു എന്താ പറയുക, ഒരു കയത്തിലായിരുന്നു. ആ കയത്തിൽ നിന്നാണ് സർക്കാർ അവരെ പിടിച്ചു. ഈ ഗ്രാമവാസികളുടെ ഒരു ജീവിത രീതി എങ്ങനെയാണ് കുറച്ച് ഈ പാലം വരുന്നതിന് മുമ്പ്? ഗ്രാമവാസികൾ യഥാർത്ഥത്തില് ഘടികാര സൂചികകളെ നോക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ബോട്ടിന്റെ സമയത്തെ ആശ്രയിച്ചും ജങ്കാറിന്റെ സമയത്തെയും മാത്രം ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരായിരുന്നു. അവർ ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതമാണ്. രാവിലെ ഇത്ര മണിക്ക് ഉണരുന്നു, ഇത്ര സമയത്ത് ബോട്ടിന് പോകുന്നു, അതിനുവേണ്ടി മാത്രം അവരുടെ ജീവിതം. ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ മറുകര എത്താം എന്നതിനെ പറ്റിയുള്ള ആദ്യം അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവും. തീർച്ചയായും നിങ്ങൾ ഈ പാലം വരുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ വന്നൊന്ന് അനുഭവിച്ചിരുന്നെങ്കിൽ അത് ഒരിക്കലും വാക്കുകൾ കൊണ്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതല്ല ഞങ്ങൾ അനുഭവിച്ച ദുരിതം. ഏത് രാത്രിയും മടങ്ങി വരാൻ ഇനി ഞങ്ങൾക്ക് അതിരുകളില്ലല്ലോ. ഞങ്ങള് വേമ്പനാട് കായൽ ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു. സർക്കാർ ഞങ്ങൾക്ക് ആ 100 കോടിയുടെ വലിയ സമ്മാനം നൽകിയപ്പം ഞങ്ങൾ ആ അതിരുകളെയാണ് ഭേദിച്ചത്. യഥാർത്ഥത്തിൽ വേമ്പനാട് കായൽ എന്ന് പറയുന്ന ആ വലിയ കായലിനെയും ഈ ലോകത്ത് ഞങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്ന എല്ലാ പ്രതിസന്ധികളെയുമാണ് ഞങ്ങൾ അതിജീവിച്ചത്.